നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വ നിയോഗത്തിന്റെ ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ 500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് പ്രവാചകത്വം നൽകപ്പെട്ട ആളാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വളരെ മനോഹരമായി പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ വചനങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഇമ്രാൻ എന്ന് പറയുന്ന കുടുംബത്തെ പറ്റിയാണ് പരിശുദ്ധമായ ഖുർആൻ ഈസാ നബിയുടെ സംഭവം പറയുന്നത്. ആലു ഇമ്രാൻ എന്ന് പറയുന്ന സൂറത്ത് നമുക്കൊക്കെ അറിയാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈസാ നബിയുടെ ചരിത്രം പറയുന്നത് ആലി ഇമ്രാനിലൂടെയാണ്. ഇമ്രാൻ എന്ന് പറയുന്ന വ്യക്തി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതാവിന്റെ പിതാവാണ്, അഥവാ മാതാമഹനാണ്. ഉമ്മയുടെ വാപ്പയാണ് മഹാനായ ഇമ്രാൻ എന്ന് പറയുന്ന വലിയ മഹാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇമ്രാൻ എന്ന് പറയുന്ന പെണ്ണിന്, ഇമ്രാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയുടെ പേര് ഹന്ന എന്നാണ്. ഈ ഹന്ന എന്ന് പറയുന്ന പെണ്ണിന് ഗർഭമുണ്ടായപ്പോൾ ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. കുട്ടികളെല്ലാം, ഉണ്ടാവുന്ന മക്കളെ പലരെയും ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച ചെയ്യുക എന്ന്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ 3ാമത്തെ അഭിമാന സ്തംഭമായ മക്കയും മദീനയും കഴിഞ്ഞാൽ വിശ്വാസികൾ ഏറ്റവും വലിയ പ്രതീക്ഷയോടുകൂടെ കാണുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഭവനമാണ് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ച ചെയ്യുക എന്ന പരിപാടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഹന്ന എന്ന് പറയുന്ന പെണ്ണ്, അന്ന എന്ന് പറയുന്ന മറിയം ബീവിയുടെ മാതാവ് ഗർഭിണിയായപ്പോൾ തന്റെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഉള്ളിലുണ്ടാവുന്ന കുട്ടി, ഗർഭത്തിലുണ്ടാവുന്ന കുട്ടി ആണാണ് എന്ന് കരുതിയാണ് മറിയം ബീവിയെ നേർച്ചയാക്കിയത്, ഗർഭത്തിലുള്ള കുട്ടിയെ നേർച്ചയാക്കിയത്. പക്ഷേ ജനിച്ചു കഴിഞ്ഞപ്പോൾ ഗർഭത്തിലുള്ള കുട്ടി പെണ്ണാണ്. ഗർഭത്തിലുള്ള കുട്ടി പെണ്ണായപ്പോഴും ബൈത്തുൽ മുഖദ്ദസിന് സമീപം ഒരു പ്രത്യേക കൂടാരമുണ്ടാക്കി മഹദിയായ മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് സമർപ്പിക്കുകയാണ്. ഹന്ന ബീവി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട മകളെ സമർപ്പിക്കുകയാണ്. ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുകയില്ല. മഹാനായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേർച്ചയാക്കി ബൈത്തുൽ മുഖദ്ദസിന് സമീപമുള്ള ഒരു ചെറിയ കുടിലിൽ താമസിപ്പിക്കുമ്പോ മറിയം ബീവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പല ആളുകളും മുന്നോട്ട് വന്നു. ഈ കുട്ടിയെ വളർത്തുന്നത്, ഈ കുട്ടിയെ നോക്കി നടത്തുന്നത് ഞാനാണ് എന്ന് പലരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ അവരെല്ലാവരും കൂടി, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു, ഒരു നറുക്കെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു. ഒരുപാട് ആളുകൾ മറിയം ബീവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് സമർപ്പിക്കപ്പെട്ട ഈ പിഞ്ചു പൈതലിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, സംരക്ഷണം ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നപ്പോ അവർക്കിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടി ജോർദാൻ നദിയിലേക്ക് പേനകൾ എറിയുക. തങ്ങളുടെ കൈവശമുള്ള പേനകൾ ജോർദാൻ നദിയിലേക്ക് എറിയുക. എന്നിട്ട് ആരുടെ പേനയാണോ താഴ്ന്നു പോവാതെ മുകളിൽ പൊന്തിക്കിടക്കുന്നത് അദ്ദേഹത്തിനായിരിക്കും മറിയം ബീവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി ചരിത്രം മനോഹരമായി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പേനകൾ ഇട്ടു. എല്ലാ സമയത്തും പേന പൊന്തി നിന്നത് മഹാനായ സഖറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേനയാണ്. അങ്ങനെ മഹാനായ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഉത്തരവാദിത്തം മഹാനായ സഖറിയ അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മഹാനായ സഖറിയ അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഏകയായി അല്ലാഹുവിന് വേണ്ടി ആരാധന നിമിത്തയായി ബൈത്തുൽ മുഖദ്ദസിന് സമീപമുള്ള വീട്ടിൽ കൂരയിൽ താമസിക്കുമ്പോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആകാശ ലോകത്ത് നിന്ന് ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ഔലിയാക്കൾക്ക്, മഹദികളായ ഔലിയാക്കൾക്ക് അല്ലാഹു നൽകുന്ന ഔദാര്യമാണ് അല്ലാഹുവിന്റെ കറാമത്ത്. അത്ഭുത സിദ്ധിയാണ് കറാമത്ത്. മറിയം ബീവിക്ക് സ്വർഗ്ഗലോകത്ത് നിന്ന് ഭക്ഷണം വന്നു, സ്വർഗ്ഗലോകത്ത് നിന്ന് പാനീയങ്ങൾ വന്നു. മറിയം ബീവി അത് കഴിച്ച് ആരാധന നിമഗ്നനായി കഴിയുമ്പോഴാണ് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ
പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ വയറ്റത്തേക്ക് ഊതുകയും അങ്ങനെ ഒരു പിതാവില്ലാതെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭം ധരിക്കുകയും ചെയ്തു. ഒരു ഭർത്താവിന്റെ ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഒരു പുരുഷനുമായി ബന്ധത്തിൽ ഏർപ്പെടാതെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന മനോഹരമായ ചരിത്രമാണ്. അങ്ങനെ ഗർഭിണിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയായി എന്ന് മാത്രമല്ല, ഗർഭിണിയായി പ്രസവിക്കാനെടുത്ത നേരത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ പരിഹാസത്തിന്റെ കല്ലേറുകൾ കൊണ്ട്, ആക്ഷേപസ്വരങ്ങൾ കൊണ്ട് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ ആളുകൾ ആക്ഷേപിച്ചു. അങ്ങനെ കാലങ്ങൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്ന് ആളുകൾ ആക്ഷേപം ഉന്നയിച്ചു. അങ്ങനെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ എല്ലാ നിലക്കും സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ട സമയത്താണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. ഒരു പിതാവില്ലാതെ, ഒരു പിതാവിന്റെ സാന്നിധ്യമില്ലാതെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്തേക്ക് പിറന്നു വീഴുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാനായ പ്രവാചകന്റെ പേര് മാറ്റി ക്രിസ്തുവാക്കി. ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ പലരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. ഡിസംബർ 25-ന് പലരും നമ്മുടെ കൂടെയുള്ള സഹോദരന്മാർ, ക്രൈസ്തവ സഹോദരന്മാർ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില നിലപാടുകളുണ്ട്, ചില തീരുമാനങ്ങളുണ്ട്. പരിശുദ്ധമായ ഇസ്ലാം പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നാണ്. ലോകത്തുള്ള ജനങ്ങൾക്കിടയിൽ ഈസാ നബിയെ കുറിച്ച് 3 വിഭാഗം ആളുകളാണ്. ഈസാ നബിയെ കുറിച്ച് 3 കാഴ്ചപ്പാടാണ് ലോകത്തുള്ള ആളുകൾക്കുള്ളത്. ഒന്ന് ജൂതന്മാരാണ്. ലോകത്തുള്ള ജൂതന്മാർ ഈസാ നബിയെ പറ്റി വിശ്വസിക്കുന്നത് ജാരസന്തതിയാണ് എന്നാണ്. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ വ്യഭിചാരിണിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ജൂതന്മാർ. ഈസാ നബി വ്യഭിചാരത്തിൽ പിറന്ന പുത്രനാണ്, ജാരസന്തതിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ലോകത്തുള്ള ജൂതന്മാർ. എന്നാൽ ക്രൈസ്തവന്മാർ, ക്രിസ്തുമതക്കാർ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവമോ ആണ് എന്നാണ്. ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവമോ ആണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. എന്നാൽ പരിശുദ്ധമാക്കപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നമ്മൾക്കൊരു വിശ്വാസമുണ്ട്. നമ്മുടെ വിശ്വാസം പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മുസ്ലിമീങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഈസാ നബി ഒരിക്കലും ദൈവമല്ല, ദൈവപുത്രനുമല്ല. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഈ വിശ്വാസമാണ് ശരിയായ വിശ്വാസം. എന്നാൽ ക്രിസ്തുമതക്കാർ വിശ്വസിക്കുന്ന വിശ്വാസം അതല്ല. ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ച്, അല്ലെങ്കിൽ ദൈവം തന്നെയാണ് ഈസാ നബി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ക്രൈസ്തവ മതക്കാർ. അവരുടെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ ക്രിസ്തുമതത്തിന്റെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ക്രിസ്തുമതക്കാർ വിശ്വസിക്കുന്നത് ഡിസംബർ 25-ന് അവർ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അവരുടെ വിശ്വാസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുരിശിലേറ്റപ്പെട്ടു എന്നാണ്. കുരിശിലേറ്റപ്പെട്ട ക്രിസ്തു 3 ദിവസത്തിനു ശേഷം വീണ്ടും പുനർജീവിച്ചു എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവർക്ക് ഈസാ നബിയെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഈസാ നബിയെ ക്രൂശിച്ചിട്ടുമില്ല, കുരിശിലേറ്റിയിട്ടുമില്ല. മറിച്ച് വലാകിൻ ശുബ്ബിഹ ലഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബിയെ പോലെ മറ്റൊരാളെ കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ക്രൂശിച്ചത്, അവർ കൊന്നത്. ചരിത്രത്തിലേക്ക് ഞാൻ വിശാലമായി കടക്കുകയല്ല. അഥവാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ കടന്നു വന്നപ്പോ വ്യഭിചാരിണിയായ മറിയം എന്ന് വിശ്വസിക്കുന്ന ജൂതന്മാർ വിശ്വസിക്കുന്ന ഈസാ നബിയെ, ജാരസന്തതിയായ ഈസാ നബിയെ അവർ കൊല്ലാൻ വേണ്ടി കടന്നു വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ തന്നെ പെട്ട ആളെ ഈസാ നബിയുടെ കോലത്തിലാക്കി ഈസാ നബി അല്ലാഹു ആകാശത്തിലേക്ക് ഉയർത്തി. ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇതാണ് നമ്മുടെയൊക്കെ വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ. ക്രൈസ്തവ മതക്കാർ തന്നെ വിശ്വസിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത് ഈസാ നബി ദൈവപുത്രനാണ് എന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ക്രിസ്മസ് വരുമ്പോ, ക്രൈസ്തവരുടെ ആഘോഷങ്ങൾ വരുമ്പോ നമ്മൾ അതിൽ പങ്കുചേരരുത് എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, ഇത്തരത്തിലുള്ള അവരുടെ ആചാരങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈസാ നബി ദൈവമാണ് എന്നോ ദൈവപുത്രനാണ് എന്നോ വിശ്വസിക്കുന്ന വിശ്വാസത്തോടു കൂടെയാണ് അവർ ഈ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത്. അവർ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത്, അവർ വീടിന് മുമ്പിൽ സ്റ്റാർ തൂക്കുന്നത്,
ഉണ്ടാക്കുന്നത്, അവർ പുൽക്കൂടുണ്ടാക്കുന്നത്, അവർ സാന്താക്ലോസിനെ കൊണ്ട് വേഷം ധരിപ്പിച്ചുകൊണ്ട് സാന്താക്ലോസിനെ കൊണ്ട് വീട് വീഴാന്തരം കയറിയിരിക്കുന്നത്, ഇതൊക്കെ ഈ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവരുടെ ഈ വിശ്വാസത്തിനോട് മുസ്ലിങ്ങൾക്ക് പങ്കില്ല. നമ്മൾ ഒരിക്കലും ആ വിശ്വാസത്തിന്റെ ഭാഗമായി പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. മുസ്ലിങ്ങൾക്ക് ആദർശം വേണം, മുസ്ലിങ്ങൾക്ക് ആദർശ ബോധം വേണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലയസ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ ഖംറ യുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ. മുസ്ലിം സമൂഹം വളരെ അധപതനത്തിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നമ്മുടെ നാടാന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹം വളരെ അരാജകത്വത്തിലേക്ക്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്തൊക്കെയാണ് നമ്മുടെ നാടുകളിൽ നടന്നത്, നമ്മുടെ പരിസരങ്ങളിൽ നടന്നത്? ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടി വിജയിച്ചാലും ഉളുപ്പില്ലാതെ പെണ്ണുങ്ങളെ നടുറോട്ടിലേക്ക് ഇറക്കിയിട്ട് ഡാൻസ് കളിച്ച് പാട്ടുപാടി ആഭാസങ്ങളുടെ കോലം കെട്ടുന്ന മുസ്ലിം സമൂഹം നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അതാരാണെങ്കിലും ശരി, മുസ്ലിം സമൂഹത്തിന്റെ തട്ടമിട്ട ഉമ്മമാർ, ഹിജാബ് ധരിച്ച ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ ഉമ്മമാരും ഈ ആടിക്കളിക്കും ചാടിക്കളിക്കും പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. ഹബീബായ നബി തങ്ങൾ പറയാൻ, എന്റെ കാലഘട്ടത്തിൽ ഒരു ഉമ്മത്ത് വരാനുണ്ട്, ആ സമൂഹം കള്ള് കുടിക്കും. പക്ഷേ കള്ളിന്റെ പേരല്ല, കള്ളിന് മറ്റു പേരുകളിടും. നമ്മൾക്കറിയാം, സൗദി അറേബ്യയിൽ ഹലാൽ വിസ്കി എന്ന പേരിൽ കള്ളിന്റെ പുതിയ അവതാരങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഹലാൽ വിസ്കി എന്താണ് പേര്? കള്ള്. എന്നിട്ട് ഹലാൽ എന്ന് മുമ്പിൽ കൊടുക്കുക, എന്നിട്ട് കള്ള് കുടിച്ച് ആർമാദിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ട പതാക കഴുത്തിലൂടെ ചുറ്റി ശരീരത്തിലൂടെ ഇറ്റി അന്യ പെണ്ണുങ്ങളും ആണുങ്ങളും ആഭാസം കളിക്കുന്ന, ഡാൻസ് കളിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ, ആഭാസകരമായ പരിസരത്തിലേക്കാണ് മുസ്ലിം സമൂഹം പോകുന്നത്. നബി പറയുകയാണ്, പാട്ട് പാടുന്ന പെണ്ണുങ്ങൾ, ഡാൻസ് കളിക്കുന്ന പെണ്ണുങ്ങൾ, ഇതൊക്കെ ലോകവസാനത്തോടടുപ്പിച്ചുണ്ടായിരിക്കും. നബി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ ഭൂമിക്കുലുക്കം കൊണ്ട് പരീക്ഷിക്കും. ഭൂമിക്കുലുക്കം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പരീക്ഷണം ഏർപ്പെടുത്തും. മാത്രമല്ല, അവരിൽ നിന്ന് പന്നികളും നായകളും ഉണ്ടാകും, കൊരങ്ങന്മാരും ഉണ്ടാകുമെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് പന്നികൾ ഉണ്ടാവും, കൊരങ്ങന്മാരുണ്ടാകുമെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി മരവിച്ചു പോകുമെന്ന്. പന്നിയുടെ സ്വഭാവമായി മനുഷ്യന്റെ സ്വഭാവം മാറും, കൊരങ്ങന്റെ സ്വഭാവമായി മനുഷ്യന്റെ സ്വഭാവം മാറും. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പന്നികളുടെ സ്വഭാവം നമ്മുടെ സമൂഹത്തിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 24 മണിക്കൂറും ഉറങ്ങുന്ന ഒരു സമൂഹം, 24 മണിക്കൂറും ഉറക്കത്തിലേക്ക് വഴുതി വീണു പോകുന്ന ഒരു സമൂഹം. ഇങ്ങനെ മടിയന്മാരായി തങ്ങളുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറി വരുമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നമ്മുടെ ആശയമുണ്ട്, നമ്മുടെ ആദർശമുണ്ട്. ആ ആശയത്തിലും ആ ആദർശത്തിലും അടിയുറച്ചു നിൽക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതിന്റെ പേരിൽ നമ്മൾ ആരും വർഗീയവാദികളാക്കാൻ വരില്ല. നമ്മുടെ സഹോദരന്മാർ ശബരിമലയിലേക്ക് പോകുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരന്മാരുണ്ട്. അവർ ഹൈന്ദവ സഹോദരന്മാർ ശബരിമലയിലേക്ക് പോകുമ്പോൾ അവർ അതുവരെ മുസ്ലിം വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിൽ അവർ ശബരിമലയിലേക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞാൽ മുസ്ലിം വീടുകളിൽ നിന്ന് സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാറില്ല. അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നീട് വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ കുളിച്ചിട്ടേ കയറുകയുള്ളൂ. ഇങ്ങനെ ചില ശീലങ്ങൾ അവരുടെ മുഖത്തിനുണ്ട്. ഇതിനെ ആരും വർഗീയതയായി കാണാറില്ല. മുസ്ലിം വീടുകളിൽ അവർ ഭക്ഷണം കഴിക്കാറില്ല, മാലയിട്ടാൽ ഭക്ഷണം കഴിക്കാറില്ല എന്ന് മനസ്സിലാക്കി അതിന് ആരും വർഗീയതയായി ചാപ്പ കുത്താറില്ല. അത് അവരുടെ മതത്തിന്റെ രീതിയാണ്. ഇങ്ങനെ നമ്മുടെ മതത്തിനും ചില രീതികളുണ്ട്. ആ രീതിക്കനുസരിച്ച് നമ്മൾ നിലനിൽക്കണം. ആ രീതിക്കനുസരിച്ച് ആ രീതിയുടെ ഉള്ളിൽ നമ്മൾ നിൽക്കണം. അങ്ങനെ ചെയ്താലേ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുകയുള്ളൂ, നമുക്ക് അഭിമാനം ഉണ്ടാവുകയുള്ളൂ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നില്ല എന്ന് കരുതി അത് ലിംഗവിവേചനമാക്കി ആരും അവതരിപ്പിക്കാറില്ല. ഇങ്ങനെ ഓരോ മതത്തിനും അവരുടെ ആശയമുണ്ട്, അവരുടെ ആദർശമുണ്ട്. ആ ആശയത്തിന്റെയും ആദർശത്തിന്റെയും ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. അപ്പോൾ കാണുന്നതിനോട് കൂടെ പോവേണ്ടവരല്ല നമ്മൾ. നമുക്ക് കൃത്യമായ അടിസ്ഥാനമുണ്ട്, കൃത്യമായ രീതിശാസ്ത്രമുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഇനി ചിലപ്പോ ക്രിസ്മസ് വരുമ്പോ അവിടെ ചില ആഘോഷങ്ങൾ നടത്താൻ വേണ്ടി നമ്മുടെ മക്കളെ ഒരുക്കി തയ്യാറാക്കി വിടാൻ സ്കൂളിലെ ടീച്ചർമാർ പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ക്രിസ്മസ് നമ്മുടെ ആഘോഷമല്ല.
നമ്മുടെ മക്കളോട് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക് മക്കൾ വന്ന് പറയുമ്പോൾ സ്കൂളിലെ ടീച്ചർമാരും അധ്യാപകന്മാരും അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വരുമ്പോ അവരോട് നോ എന്ന് പറയാൻ നമുക്ക് കഴിയണം. എന്റെ മകനെ അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്ക് വിടില്ല എന്ന് പറയാനുള്ള ആണത്വവും ചങ്കൂറ്റവും നമുക്ക് വേണം. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ ദുർബലപ്പെട്ട് ഈമാനില്ലാത്ത സമൂഹമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ അടുത്ത